മുതഅല്ലിമീങ്ങളെ നമ്മൾ ഏറ്റെടുക്കണം, അവരെ നമ്മൾ പരിഗണിക്കണം, അവർക്ക് ആവശ്യമായതൊക്കെ ചെയ്തു കൊടുക്കണം. അവരിൽ ഒരാളെങ്കിലും വലിയൊരു ആലിമായി മാറിയാൽ അവരുടെ പരമ്പരയിലൂടെ ഖിയാമത്ത് നാൾ വരെ ദർസ് നടത്തുന്ന, ഖുതുബ ഓതുന്ന, വഅദ് പറയുന്ന ഒരു പണ്ഡിത വ്യൂഹം വന്നാൽ ഇരക്കലിന്റെ ജീവിതത്തിൽ അണമുറിയാത്ത പ്രതിഫലം കിട്ടാൻ പറ്റിയ ഏറ്റവും വലിയൊരു സഹായമാണ് ഒരു മുതഅല്ലിമിനെ സഹായിക്കലെന്ന വിശ്വാസം നമുക്ക് വേണം. വിനീതനായ ഞാൻ 10.5 വർഷത്തിലധികം ദർസിലോതിയിട്ടുണ്ട്. വെറുതെ പഠിച്ചിട്ടില്ലെങ്കിലും പള്ളി കുത്തിരുന്നിട്ടുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്ത് തരുമാറാകട്ടെ. ഞാൻ ആ വർഷം മുഴുവനും 3 നേരം ഭക്ഷണം കഴിച്ചത് ഒരൊറ്റ വീട്ടിലാണ്. ഞാൻ ഒരു ഉസ്താദിന്റെ അടുക്കലാണ് ദർസിലോതിയതും. എന്നാൽ ആ വീട്ടുകാരൊക്കെ നമ്മളെ സ്നേഹിച്ചതിന്റെ കടുപ്പ് എത്രയാണെന്നറിയോ? സുബ്ഹാനല്ലാഹ്, വീട്ടിൽ കയറി ചെല്ലുമ്പോ ഭക്ഷണം വളമ്പി വെച്ച ടേബിളിന്റെ അടുക്കൽ ആ വീട്ടുകാരിയായ ഉമ്മ വന്ന് പത്തലും മുറിച്ച് പ്ലേറ്റിലിട്ട് കറിയൊഴിച്ച് തിന്നു മോനെ എന്ന് പറഞ്ഞ് തീറ്റിച്ചിട്ടാണ്, സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ചിട്ടാ പോറ്റി വളർത്തിയത്. അവസാനം ആ പ്രിയപ്പെട്ട വീട്ടുകാരൻ MM അബു ഹാജി എന്ന് പറയുന്നയാളുണ്ട്. അല്ലാഹു അവരുടെയൊക്കെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ആ മനുഷ്യൻ മരണപ്പെട്ടു. ഞാൻ അവിടെ മരിച്ച വീട്ടിലേക്ക് എത്തി. മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തിട്ടുണ്ട്. കഫൻ ചെയ്യാൻ വേണ്ടി പായയും തുണിയും വിരിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ അതിനടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ ഫാത്തിമ ഹജ്ജുമ എന്ന് പറയുന്ന സഹോദരി, ആ മഹദിയും മരണപ്പെട്ടു പോയി. അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ആ ഉമ്മ പെട്ടെന്ന് മൂത്ത മകനെ വിളിച്ചിട്ട് പറയുന്നൊരു വാക്കുണ്ട്, മോനെ, ഉപ്പാന്റെ മയ്യത്ത് നിസ്കരിക്കാൻ നമ്മുടെ മോനോട് പറയണം കേട്ടോ. ആ മൂത്ത മകൻ ചോദിക്കുന്നു, ഏത് മോനോടാ ഉമ്മ പറയേണ്ടത്? മോനെ, 10 കൊല്ലം ഞമ്മള് ഭക്ഷണം കൊടുത്തു പോറ്റിയ മോനില്ലേ, ആ മകനോട് മയ്യത്ത് നിസ്കരിക്കാൻ പറയണം കേട്ടോ. അതാണ് ഉപ്പാക്കിഷ്ടമെന്ന് പറയുന്ന അത്രയും വലിയൊരു ഖബൂലിയത്ത്. അതാണ് പഴയ കാലത്ത് മുതഅല്ലിമീങ്ങൾക്ക് ഈ സമുദായം കൊടുത്തത്. അല്ലാഹുവേ, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അന്ന് ഞാൻ ആ വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോ എന്റെ തൊട്ടടുത്ത കസാലയിലിരുന്ന് ഭക്ഷണം കഴിച്ചൊരു മകളുണ്ടായിരുന്നു, ഖദീജ. ചെറുപ്പക്കാരിയാണ്, മരണപ്പെട്ട് നാളേക്കൊരു വർഷം തികയുന്നു. അല്ലാഹുവേ, നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അവരുടെയൊക്കെ ഖബർ നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. വേദനിക്കുന്ന കുടുംബത്തിന് നീ ക്ഷമ കൊടുക്കണം റഹ്മാനെ. മുതഅല്ലിമീങ്ങളെ ഏറ്റെടുക്കണം, മുതഅല്ലിമീങ്ങളെ സ്നേഹിക്കണം, അവർക്കാവശ്യമായ ഖൈറാത്തുകൾ ചെയ്തു കൊടുക്കണം. ഇൽമ് അത് അല്ലാഹു ചെയ്യുന്ന വലിയൊരു നിഅമത്താണ്. അത് പഠിക്കാനും പഠിപ്പിക്കാനും നമ്മൾ അവസരം കാണണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.